ഹേമചാമാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. അങ്ങനെ നമ്മൾ കുറെ ദിവസത്തിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ലോങ് വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചാനലിന് ചെറിയൊരു ചേഞ്ച് ഒക്കെ വരാൻ പോവുകയാണ്. വേറെ ഒന്നുമല്ല, എനിക്ക് ചെറിയൊരു ജോലി കിട്ടി. അപ്പൊ നമ്മൾ ഇതുവരെ ഇട്ടുകൊണ്ടിരുന്ന വീഡിയോസ് കണ്ടന്റ് എല്ലാം ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആകും എന്ന് പറഞ്ഞാൽ നമ്മൾ ചാനൽ തുടങ്ങിയപ്പോൾ മുമ്പ് ആദ്യം ഇട്ട് എങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്ത് വന്നത് അതേ രീതിയിലോട്ട് നമ്മൾ പോകാൻ വേണ്ടി പോവാണ് കേട്ടോ. അതിന് കാരണം എന്ന് പറഞ്ഞത് ജോലിയുടെ സമയവും എല്ലാ കാര്യങ്ങളും ആയതുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാനോ ഒന്നിനും സമയം കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ ഇന്ന് പോയി ജോലിക്ക് പോയി നോക്കി എങ്ങനെയൊക്കെയാണ് സാഹചര്യങ്ങളെന്ന്. അപ്പോൾ നമുക്ക് ടൈം ഒന്നും മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ കണ്ടന്റ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പൊ അതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒരു ലൈക്ക് അടിച്ച് കമന്റ് ഇട്ട്, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചെറിയൊരു ജോലി കിട്ടിയെന്ന്. ജോലി എന്ന് പറഞ്ഞാൽ വലിയ ജോലിയൊന്നും അല്ല, ചെറിയ ജോലിയാണ്. പക്ഷെ എന്നാലും എനിക്ക് ഈ സാഹചര്യത്തിൽ വലുതാണ് കേട്ടോ. അപ്പൊ നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ടുകൊണ്ടിരുന്നത് വീട്ടിലുള്ള കാര്യങ്ങളും ഡേ ഇൻ മൈ ലൈഫും അതുപോലെ തന്നെ എന്റെ കുറച്ച് വ്ളോഗും അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ് നമ്മൾ ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മളെ വീഡിയോസ് എല്ലാം മാറി. ഇടയ്ക്ക് ഫുഡ് വ്ളോഗ് വന്നു, അതുപോലെ തന്നെ നമ്മൾ ഫിഷിങ്ങിന്റെ വീഡിയോസ് വന്നു, അതുപോലെ തന്നെ ഇപ്പൊ അടുത്ത് കുറച്ച് ദിവസം മുമ്പ് പബ്ലിക് ചലഞ്ചിന്റെ വീഡിയോസ് ഒക്കെ ഇട്ടു. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ വന്നായിരുന്നു. പക്ഷെ ഇപ്പം ജോലിയും കൂടെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ വീഡിയോസ് ഒന്നും പുറത്തു പോയി എടുക്കുന്ന സാഹചര്യം കുറവാണ്. കാരണം പണ്ട് സ്വിഗ്ഗി ഓടാൻ പോകുമായിരുന്നു. ആ ടൈമിൽ എനിക്ക് പുറത്ത് പോയി വീഡിയോ എടുക്കാൻ സമയം കിട്ടും. അതുപോലെ തന്നെ 2 ദിവസം ഫ്ലിപ്കാർട്ട് പോലത്തെ ഡെലിവറി ജോബിന് വേണ്ടി ഞാൻ പോയായിരുന്നു. അപ്പൊ അതിനു മുമ്പേ ഇന്ന് മുതൽ പോയ ജോലിയുടെ വാക്കൻസി വന്നതാണ്. പക്ഷെ എനിക്ക് ആ സമയത്ത് പോകാൻ പറ്റാത്തത് കൊണ്ട് ആ സമയം വേറെ ഒരാൾ കയറി. ഇപ്പൊ അയാൾ മാറിയതോടെ തിരിച്ച് എന്റെ അടുത്ത് തന്നെ ആ വാക്കൻസി വന്നു. എനിക്ക് അങ്ങനെ കയറാൻ പറ്റി. അപ്പൊ ഞാൻ ഫ്ലിപ്കാർട്ട് ഓടാൻ പോയ സമയത്തും എനിക്കാണെങ്കിൽ വീഡിയോ എടുക്കാൻ സമയമൊന്നും കിട്ടത്തില്ല. രാവിലെ ഒരു ഓടി ആ വെയിറ്റ് ഉള്ള ബാഗ് എല്ലാം തൂക്കിയിട്ടൊക്കെ വരുമ്പോൾ തന്നെ മൊത്തത്തിൽ ക്ഷീണിക്കുന്ന കാരണം വേറെ വീഡിയോസ് ഒന്നും എടുക്കാൻ സമയം കിട്ടത്തില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് പബ്ലിക് ചലഞ്ചിലോട്ട് മാറിയത്. പബ്ലിക് ചലഞ്ച് എന്ന് പറയുമ്പോൾ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം പള്ളിയിലെല്ലാം പോയിട്ട് വന്ന് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അതിനെ തന്നെ ലോങ് വീഡിയോ ഇട്ടതിന് ശേഷം ബാക്കി ഷോർട്ട് അടിച്ച് 6 ദിവസം കൊണ്ടുപോകുമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇനിയെന്ന് വെച്ചാൽ ഞായറാഴ്ച പോലും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. കാരണം ബാക്കിയുള്ള ദിവസം എല്ലാം ജോലിയുണ്ട്. അതുപോലെ തന്നെ ഞായറാഴ്ച സൺഡേ മാത്രമാണ് ലീവ് കിട്ടുന്നത്. അന്നത്തെ ദിവസം ബാക്കി പരിപാടികളായിരിക്കും. എന്നാലും നമ്മൾ വീഡിയോസ് ഇടും കേട്ടോ. ഇന്ന് മുടക്കമൊന്നുമില്ല. ഇന്ന് മുതൽ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ജോലിയാണെങ്കിലും നമ്മുടെ വീട്ടിലുള്ള എന്റെ കാര്യങ്ങളായിരുന്നാലും ഡേ ഇൻ മൈ ലൈഫ് പോലെയൊക്കെ നമ്മൾ ഇടും കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ വിജയം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഈ ജോലിയുടെ കാര്യം പറഞ്ഞുതരാം. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു മെഡിസിൻസ് വേറെ ഷോപ്പുകളിൽ കൊണ്ട് നമ്മൾ എത്തിക്കുക. ഗോഡൌണിൽ നിന്ന് വേറെ ഷോപ്പുകളിൽ കൊണ്ട് എത്തിക്കുക. അതാണ് നമ്മുടെ ജോബ് എന്ന് പറയുന്നത്. അതിന് ടൈം വരുന്നത് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് കേട്ടോ. അതായത് രാവിലെ PSC ക്ലാസ് ഉണ്ട്, വൈകുന്നേരം PSC ക്ലാസ് ഉണ്ട്. ഇതിന്റെ ഇടയ്ക്കെല്ലാം ഉണ്ട്. അപ്പൊ ഇതിനിടയ്ക്ക് കാണാൻ പറ്റുന്ന PSC ക്ലാസ് എല്ലാം രാവിലെയും വൈകിട്ടും എല്ലാം കൊണ്ട് കാണുന്നത് കാരണം പിന്നെ വീഡിയോ എടുക്കാൻ സമയം കിട്ടത്തില്ല. എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ രാത്രിയാവും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞ നമ്മുടെ കണ്ടന്റ് എന്നൊരു മാറ്റം വരാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ഇടുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ നമ്മൾ നേരത്തെ ഇടുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മളെ വീട്ടിലുള്ള ഫിഷിങ്ങിന്റെ വീഡിയോസ് ആയിക്കോട്ടെ, മീൻ വളർത്തുന്ന വീഡിയോസും അതുപോലെ തന്നെ ചെടികളുടെ വീഡിയോസും. അപ്പൊ നമ്മൾ അങ്ങനത്തെ വീഡിയോസ് ഒക്കെയാണ് നമ്മൾ ഇട്ടുകൊണ്ടിരുന്നത്. പിന്നീടാണ് നമ്മളൊരു ചേഞ്ച് വരുത്തി നമ്മൾ വേറെ ഒരു രീതിയിലോട്ടൊക്കെ നമ്മൾ വീഡിയോസ് പോയത്. അപ്പൊ നമുക്ക് ഇനി വേറെ ഒരു രീതിയിലോട്ട് പോകുന്നില്ല. നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങൾ ഡേ ഇൻ മൈ ലൈഫ് പോലെയും അതുപോലെ തന്നെ വെറൈറ്റി വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കണ്ടന്റ് ആയിരിക്കും കേട്ടോ ഇനി നമ്മുടെ ചാനൽ വരാൻ പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ചാനൽ ഇപ്പോഴും 24,000 സബ്സ്ക്രൈബർ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ വെറൈറ്റി വീഡിയോസ് ഒക്കെ ആയിട്ട്, അതായത് വീട്ടിലുള്ള വീഡിയോസ് ഇനി വരാൻ പറ്റത്തുള്ളൂ. അപ്പൊ വേറെ വീഡിയോസ് നമുക്ക് ഇനി എന്തായാലും വരാൻ പറ്റത്തില്ല, കാരണം സമയമില്ല. അതുകൊണ്ട് നമ്മൾ യൂട്യൂബ് ചാനലൊന്നും നിർത്തി കളയുന്നൊന്നുമില്ല. എന്ത് വന്നാലും നമ്മളെ വീട്ടിലുള്ള വീഡിയോസ് ആയാലും നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മുമ്പുണ്ടായിരുന്ന സപ്പോർട്ട് പോലെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് കൂടെ കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.